പാലക് പനീർ ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ കെട്ട് പാലൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു വലിയ പാത്രത്തിൽ വെള്ളം ചൂടാക്കി എടുക്കാം. വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളം തിളച്ച് തുടങ്ങിയാൽ ഇതിലേക്ക് നമുക്ക് പാലക്കിൻ്റെ കെട്ട് ഇട്ട് കൊടുക്കാം. പാലക്ക് ഫുള്ളും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 3-4 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാലക്ക് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതെല്ലാം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം. വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് ഇത് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ പാലക്കൊന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്ക് മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരു 3-4 പച്ചമുളകും കുറച്ച് മല്ലിയില, ഒരു 1/4 കപ്പ് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് പനീർ നമ്മളിങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പറഞ്ഞ കൈ കൊണ്ട് ഇങ്ങനെ ചെറുതാക്കിയിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സിയിൽ പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ടൊരു സ്മൂത്ത് പേസ്റ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിനിത് മാറ്റി വെക്കാം. ഇനി ബാക്കി സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു മീഡിയം സൈസ് സവാളയാണ്. സവാള നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി ഒരു മീഡിയം സൈസ് എടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിങ്ങനെ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ്. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് മല്ലിയിലയും ഒരു 3-4 പച്ചമുളകുമാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്, 1 ടേബിൾ സ്പൂൺ കസൂരി മേഥി, പിന്നെ ഒരു 1/4 കപ്പ് ക്രീം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു 2 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയാണിത്. നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളി, പിന്നെ ഒരു 2 നുള്ള് കായം പൊടി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മസാല ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയെടുക്കാം. പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഓയിലും ചേർത്ത് കൊടുക്കാം. ഓയിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി. ബട്ടർ ഇഷ്ടമില്ലെങ്കിൽ ബട്ടർ ചൂടായാൽ ഇതിലേക്ക് സവാള ചേർത്തിട്ട് നന്നായിട്ടൊരു പിങ്കിഷ് കളർ ആവണ വരെ നമുക്ക് സവാള വഴറ്റിയെടുക്കാം. സവാള ഒരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിങ്കിഷ് കളറായിട്ടുണ്ട്. ഈ പത വരുന്നത് ബട്ടർ ഇട്ടത് കൊണ്ടാണ്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ ആക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി, കസൂരി മേത്തി, പിന്നെ മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിത് ദമ്മിലൊന്ന് വേവിച്ചെടുക്കണം. ഗ്യാസിൻ്റെ തീ ലോ ആക്കിയിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 5-8 മിനിറ്റ് നമുക്ക് ദമ്മിൽ തക്കാളിയൊക്കെ നന്നായിട്ട് സ്മാഷ് ആവണ വരെ, മസാല നന്നായിട്ട് വേവണ വരെ നമുക്കിത് മൂടി വെച്ചിട്ട് ദമ്മിൽ വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു. 2 മിനിറ്റിന് ശേഷം ഇത് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് തക്കാളി എല്ലാം നന്നായിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇത് മൂടി വെച്ചിട്ട് വീണ്ടും 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. 4 മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ശരിയാക്കിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തക്കാളി എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നന്നായിട്ട് സ്മാഷ് ആക്കിയെടുക്കാം. ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ തക്കാളി നന്നായിട്ട് സ്മാഷ് ആക്കിയെടുക്കാം, ശരിയാക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് സ്മാഷ് ആയിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് പുറത്ത് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച പാലൊക്കെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ മിക്സിയിലുള്ള പാലക്കൊക്കെ നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. മസാലയും പാലൊക്കെ എല്ലാം നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇനി ഗ്യാസിൻ്റെ തീ മീഡിയം ടു ലോന്ന് മീഡിയം ആക്കിയെടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ ഉപ്പ് പാകമാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാം.
ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മൂടി വെക്കാതെയാണ് നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കേണ്ടത്. മൂടി വെക്കാൻ പാടില്ല. മൂടി വെച്ചാൽ പാലക്കിൻ്റെ കളറൊക്കെ മാറിപ്പോവും, ഡല്ലായി പോവും. അപ്പോൾ ഈ കളറ് മാറാതിരിക്കാൻ ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഒരു 5-6 മിനിറ്റ് ഈ കറി നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ പുറത്ത് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ. ഇനി നമുക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് നന്നായിട്ട് നമുക്ക് പനീർ വേവിച്ചെടുക്കാം. അങ്ങനെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. പനീർ നന്നായിട്ട് നമ്മൾ 2 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്രീം ചേർത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ക്രീം ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് പുറത്ത് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. കാണാനും നല്ല ലുക്കാണ്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ടെമ്പറിങ് ചെയ്യേണ്ടതാണ്, താളിക്കേണ്ടതാണ്. ഇതിനായിട്ട് കുറച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ചെറിയ ജീരകവും ചില്ലി ഫ്ലേക്സ്, നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ 2 ഉണക്കമുളക് എടുത്തിട്ട് നമുക്കത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കായം പൊടി, 2-3 പിഞ്ച് കായം പൊടി ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ചെറുതായി അരിഞ്ഞ ഗാർലിക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഗാർലിക് ഒരു ഗോൾഡൻ കളർ ആവണ വരെ നമുക്കത് ചൂടാക്കിയെടുക്കാം. എന്നിട്ടിത് നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്രയേ ഉള്ളൂ. നമ്മൾ കറി ഇപ്പോൾ റെഡിയാണ്. ഇത് നന്നായിട്ട് ഈ ടെമ്പറിങ് ചെയ്തത് നന്നായിട്ട് ഇത് കറിയിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മൾ പാലക് പനീർ തയ്യാറാണ്, റെഡിയാണ്. നല്ല ടേസ്റ്റി ആയൊരു കറിയാണ്, ഹെൽത്തിയാണ്. പാലക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയൊരു സംഭവമാണ്. അപ്പോൾ ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ, വലിയൊരു പ്രയാസമില്ലാത്തൊരു ഡിഷാണ്. ചപ്പാത്തി, നാൻ, പൊറാട്ട എന്തിൻ്റെ കൂടെ കഴിച്ചാലും നല്ല ടേസ്റ്റിയാണ്. റൈസ് പരിപ്പ് കറി കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.